ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ESA സംബന്ധിച്ച തെറ്റുകൾ 6ാം കരട് വിജ്ഞാപനത്തിലും ആവർത്തിച്ചിരിക്കുകയാണെന്നും ഇത് ഉടൻ തിരുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അർഹതയുള്ളവർക്ക് അംഗത്വം നൽകുന്നില്ലെന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതക്കുരുക്കും യാത്രാ ദുരിതവും പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി വരസാന്ത്വനം പരിപാടി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. റവന്യൂ വില്ലേജുകളിൽ ESA നിയന്ത്രണങ്ങൾ ബാധകമാകാതിരിക്കാൻ ഓരോ റവന്യൂ വില്ലേജിലെയും ഫോറസ്റ്റ് വേർതിരിച്ച് ആ പ്രദേശം മാത്രം ESA ഫോറസ്റ്റ് വില്ലേജായി നൽകണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത. ESA സംബന്ധിച്ച തെറ്റുകൾ 6ാം കരട് വിജ്ഞാപനത്തിലും ആവർത്തിച്ചിരിക്കുകയാണെന്നും ഇത് ഉടൻ പരിഹരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ എല്ലാം ESAയുടെ കൃത്യമായിട്ടുള്ള ഏരിയയും അതിന്റെ ഭൂപടവും കരട് വിജ്ഞാപനത്തിൽ കാണുന്നുണ്ട്. എന്നാൽ കേരളത്തിന്റെ കേസിൽ അത് കേരള ഗവൺമെന്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ സൈറ്റിലുണ്ട് എന്ന് മാത്രം, ഭൂപടമുണ്ടെന്ന് മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് ഏരിയ മാത്രമേ അത് കാണിച്ചിട്ടുള്ളൂ. ജനവാസ കേന്ദ്രങ്ങളെയും കൃഷിയിടങ്ങളെയും തോട്ടങ്ങളെയും ഒഴിവാക്കി റിസർവ് ഫോറസ്റ്റുകളും വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളും അതുപോലെ പ്രൊട്ടക്റ്റഡ് ഏരിയാസ് മാത്രം ESAയിൽ പെടുത്തിയാൽ മതി എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴത്തെ നിലപാട്. പക്ഷെ സംസ്ഥാനത്തിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു ഭൂപടം ഇതുവരെ കേന്ദ്രത്തിന് അയച്ചു കൊടുക്കുകയോ ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തി മതിയായ രേഖകളോടെ ഈ കരട് വിജ്ഞാപനത്തിൽ പ്രസിദ്ധീകരിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ 123 വില്ലേജുകളിലെ ജനങ്ങളും ഇപ്പോൾ ആശങ്കയിലാണ് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ വസ്തുത. 123 വില്ലേജുകളിലെ ഫോറസ്റ്റായി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ടിൽ തെറ്റായി രേഖപ്പെടുത്തിയ 9107 ചതുരശ്ര കിലോമീറ്റർ തന്നെയാണ് 6ാം കരട് വിജ്ഞാപനത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളതെന്നും ഇത് കേരള സർക്കാർ അടിയന്തരമായി തിരുത്തി നൽകണമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ഭാരവാഹികൾ പറഞ്ഞു. 2018 സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ടിൽ 31 വില്ലേജുകളെ ജനസാന്ദ്രതയുടെയും ഫോറസ്റ്റ് കുറവ് എന്ന പേരിലും ഒഴിവാക്കിയെടുക്കാൻ ശുപാർശ നൽകിയിരുന്നു. എന്നാൽ ഇതേ മാനദണ്ഡമുള്ള മറ്റു പല വില്ലേജുകളെയും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല എന്ന തെറ്റ് ഇപ്പോഴും ആവർത്തിച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ വിജ്ഞാപനത്തിൽ 123 വില്ലേജുകൾ എന്നുള്ളത് 131 വില്ലേജുകളായി ഉയർത്തിയിട്ടുമുണ്ട്. കേരള സർക്കാർ ഇതുവരെയും ESAയുടെ അന്തിമ ഭൂപടം കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുമുണ്ടായ മനഃപൂർവമായ വീഴ്ചകൾ ഉടൻ പരിഹരിക്കണമെന്നും വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ഭാരവാഹികളായ ഡോക്ടർ ചാക്കോ കാളമ്പറമ്പിൽ, ഫാദർ സബിൻ തോമുള്ളിൽ, ഷാജി കണ്ടത്തിൽ, ബേബി കിഴക്കുഭാഗം തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമാണെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ ആശുപത്രി അധികൃതർക്ക് നോട്ടീസ് അയച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം K. ബൈജുനാഥ് ആവശ്യപ്പെട്ടു. സെപ്റ്റംബർ 27 കോഴിക്കോട് ഗസ്റ്റ് ഹൌസിൽ നടക്കുന്ന സിറ്റിംഗിൽ കേസ് പരിഗണിക്കും. സൂപ്പർ സ്പെഷ്യാലിറ്റി കെട്ടിടത്തിലേക്ക് അത്യാഹിത വിഭാഗം മാറ്റിയ ശേഷമാണ് രോഗികൾക്ക് എക്സ്റേ സൗകര്യം നിഷേധിക്കുന്നതെന്നാണ് പരാതി.
അത്യാഹിത വിഭാഗത്തിലെ എക്സ്റേ യൂണിറ്റ് മിക്ക ദിവസങ്ങളിലും പണിമുടക്കും. കേടായ യൂണിറ്റ് 1 മാസം വരെ അടച്ചിട്ട ശേഷമായിരിക്കും നന്നാക്കുകയെന്നും പരാതിയുണ്ട്. രണ്ടാമത്തെ എക്സ്റേ യൂണിറ്റിൽ മെഷീൻ സ്ഥാപിച്ചെങ്കിലും മെഡിക്കൽ കോളേജിന് കൈമാറിയിട്ടില്ലെന്നും കമ്മീഷൻ മനസ്സിലാക്കി. എക്സ്റേ എടുക്കണമെങ്കിൽ രോഗിയെ 300 മീറ്റർ അകലെയുള്ള ജനറൽ ആശുപത്രി ബ്ലോക്കിൽ എത്തിക്കണമെന്നും പരാതിയുണ്ട്. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ അർഹതയുള്ളവർക്ക് അംഗത്വം നൽകുന്നില്ലെന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ. അംഗത്വമുള്ളവർ അത് പുതുക്കുകയാണ് വേണ്ടിയിരുന്നതെന്നും അസോസിയേഷന്റെ കൃത്യമായ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി പുതിയ അംഗത്വം നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഒരു കാലത്ത് ഞങ്ങളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന കളരി ഗുരുക്കന്മാര് അവർ മത്സരത്തിലൊക്കെ പങ്കെടുത്തവർക്കൊന്നും മെഡലുകളൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ അസോസിയേഷന് വിടവാങ്ങി. ഇപ്പം നമ്മുടെ നല്ല ആകർഷകമായതുകൊണ്ട് പിൻവാതിലൂടെ ഇടിച്ചു കയറുക, ആരോപണങ്ങൾ ഉന്നയിക്കുക. അപ്പോൾ അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഈ പ്രസ് കോൺഫറൻസിൽ ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. പിന്നെ ഞങ്ങൾ ആർക്കും അംഗത്വം കൊടുക്കുന്നില്ല എന്നുള്ളൊരു ആരോപണമുണ്ട്. 30 വയസ്സ് തികഞ്ഞ പഠിപ്പ് തികഞ്ഞ നല്ല അഭ്യാസ ഗുരുക്കന്മാർക്ക് ഞങ്ങൾ അംഗത്വം കൊടുക്കുന്നുണ്ട്. അത് ഈ പ്രസ് റിലീസിൽ ഞങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 2022 വരെ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ, മറ്റു ജില്ലയിലൊക്കെ എല്ലാ ജില്ലയിലും അംഗത്വം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളൊന്നും കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ഞങ്ങളുടെ അംഗീകൃത അസോസിയേഷനെതിരായിട്ട് സംഘടിച്ച് കുറേ വ്യാജ സംഘടനകൾ, കടലാസ സംഘടനകൾ ഇപ്പോൾ പ്രവർത്തനം ഊർജിതപ്പെടുത്തിയിരിക്കുകയാണ്. അർഹരായ ഗുരുക്കന്മാർക്ക് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ എല്ലാ വർഷവും അംഗത്വം നൽകുന്നുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 30 വയസ്സ് തികഞ്ഞവരും നല്ല കളരി അഭ്യാസിയും ചികിത്സകനും മതേതര ചിന്താഗതിയുള്ളവർക്കുമാണ് അംഗത്വം നൽകുന്നത്. ഓരോ ജില്ലാ കമ്മിറ്റിയിലെയും 3 അംഗ ഗുരുക്കന്മാരുടെ കമ്മിറ്റി പുതിയ അപേക്ഷകൾ പരിഗണിക്കും. കളരി സന്ദർശിച്ച് ഗുരുക്കൾ തികഞ്ഞ അഭ്യാസിയാണെന്ന് ബോധ്യപ്പെട്ടാലാണ് അംഗത്വം നൽകുന്നത്. ഇത് സംബന്ധിച്ച് പ്രചരിക്കുന്ന പ്രചരണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കളരിപ്പയറ്റല്ലാതെ മറ്റ് അഭ്യാസമുറകൾ പരിശീലിപ്പിക്കുന്നവരെയും നാട്ടുവൈദ്യന്മാരെയും കേരള കളരിപ്പയറ്റ് അസോസിയേഷനിൽ സംഘടനാ വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന് പുറന്തള്ളിയവരെയും ചേർത്ത് ബദൽ സംഘടന ഉണ്ടാക്കിയവരാണ് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്കെതിരായി വ്യാജ പ്രചരണം നടത്തുന്നത്. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേട്ടങ്ങളിൽ അസൂയ പൂണ്ട് വ്യാജ സംഘടനകൾ കേരള കളരിപ്പയറ്റ് അസോസിയേഷനിലേക്ക് നുഴഞ്ഞു കയറുവാൻ ഉപയോഗിക്കുന്ന കുറുക്കുവഴികളാണ് ഇത്തരം വ്യാജ പ്രചരണങ്ങളെന്നും കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് MK രാജഗോപാൽ, ഭാരവാഹികളായ PC മുരളീധരൻ ഗുരുക്കൾ, കൃഷ്ണദാസ് ഗുരുക്കൾ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു.
ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതമനുഭവിക്കുന്ന വയനാട് ജനതയ്ക്ക് ആശ്വാസമേകാൻ വരസാന്ത്വനം ചിത്രകാരൻ ഷൈജു കെ മാലൂർ ഉദ്ഘാടനം ചെയ്തു. ആളുകളുടെ കാരിക്കേച്ചർ വരച്ചു നൽകിയാണ് സംഭാവനകൾ സ്വീകരിച്ചത്. കാർട്ടൂൺ ക്ലബ്ബ് ഓഫ് കേരളയും സംസ്കാരവേദിയും ചേർന്നാണ് വരസാന്ത്വനം പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിക്ക് എത്തുന്ന ആളുകളുടെ കാരിക്കേച്ചർ വരച്ച് നൽകുകയാണ് ചെയ്തത്. ആളുകൾ നൽകുന്ന സംഭാവന സ്വരൂപിച്ച് നേരത്തെ സംസ്കാരവേദി സ്വരൂപിച്ച സംഖ്യയും ചേർത്ത് സെപ്റ്റംബർ 24-ന് വയനാട്ടിൽ നടക്കുന്ന ചടങ്ങിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും. കോഴിക്കോട് കടപ്പുറത്തെ ഫ്രീഡം സ്ക്വയറിൽ നടന്ന പരിപാടി ചിത്രകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഷൈജു കെ മാലൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്കാരവേദി സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വർഗീസ് പേരയിൽ അധ്യക്ഷനായിരുന്നു. മേഖലാ സെക്രട്ടറി വടയക്കണ്ടി നാരായണൻ, പ്രോഗ്രാം കൺവീനർ ബിനോയ് മട്ടന്നൂർ, ഗി വർഗീസ് കുളത്തിനാൽ തുടങ്ങിയവർ സംസാരിച്ചു. കാർട്ടൂൺ ക്ലബ്ബ് ഓഫ് കേരള അംഗങ്ങളായ ഹസൻ കോട്ടപ്പറമ്പിൽ, ബഷീർ കിഴിശ്ശേരി, നൌഷാദ് വെള്ളരശ്ശേരി, സിഗ്നി ദേവരാജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1995-ലെ വഖഫ് നിയമം അസ്ഥിരപ്പെടുത്തുന്ന ഭേദഗതികൾക്കോ കൂട്ടിച്ചേർക്കലുകൾക്കോ സംയുക്ത പാർലമെന്റ് സമിതി അംഗീകാരം നൽകരുതെന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. വഖഫുമായി ബന്ധപ്പെട്ട തീരുമാനത്തിനുള്ള അധികാരിയായി കളക്ടറെ നിയമിച്ച നടപടി അംഗീകരിക്കാനാവില്ലെന്നും നേതാക്കൾ പറഞ്ഞു. സംയുക്ത പാർലമെന്റ് സമിതി മുൻപാകെ പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും ജനറൽ സെക്രട്ടറി കെ ആലിക്കുട്ടി മുസല്യാരുമാണ് വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട സമസ്തയുടെ നിലപാട് രേഖാമൂലം അറിയിച്ചത്. ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് വിവിധ വ്യവസ്ഥകളിലുള്ള എതിർപ്പ് സമസ്ത അറിയിച്ചിട്ടുണ്ട്. മുതവല്ലിയെ ഏർപ്പെടുത്തുന്നതിനുള്ള നിയന്ത്രണം, നിയമത്തിന്റെ പേരുമാറ്റൽ, എല്ലാ അധികാരങ്ങളും കേന്ദ്ര സർക്കാരിൽ കേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള വ്യവസ്ഥകൾ എന്നിവയിലും സമസ്ത എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ വഖഫുകളും കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള പോർട്ടൽ ആൻഡ് ഡാറ്റാബേസിൽ രജിസ്റ്റർ ചെയ്യണമെന്ന വ്യവസ്ഥ, സംസ്ഥാന സർക്കാരുകൾക്ക് ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള അധികാരം ഒഴിവാക്കൽ, വഖഫ് സ്വത്ത് കണ്ടെത്തി സംരക്ഷിക്കാൻ സർവേ കമ്മീഷണറെ നിയമിക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അധികാരം ഇല്ലായ്മ ചെയ്യൽ, മതഭേദമന്യേ വഖഫ് ചെയ്യാനുള്ള നിയമസാധുത ഒഴിവാക്കൽ, വിനിയോഗം മൂലം വഖഫായി പരിഗണിച്ചിരുന്ന വസ്തുക്കളെ വഖഫ് അല്ലാതാക്കി മാറ്റൽ എന്നിവയിലും സംഘടന വിയോജിപ്പ് രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് നഗരത്തിലെ ഗതാഗത കുരുക്കും യാത്രാ ദുരിതവും പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. പ്രശ്നപരിഹാരത്തിനായി സർക്കുലർ ബസ് സർവീസും ഷെയർ ഓട്ടോ സംവിധാനവും ഏർപ്പാടാക്കണമെന്നും സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. മുൻകാലങ്ങളിൽ ഇല്ലാത്ത ഗതാഗത കുരുക്കും യാത്രാ ദുരിതവുമാണ് നഗരത്തിൽ അനുഭവപ്പെടുന്നത്. ഓണം കൂടി അടുത്തതോടെ നഗരത്തിൽ യാത്രാക്ലേശം രൂക്ഷമായിരിക്കുകയാണ്. രോഗികളും വിമാന തീവണ്ടി യാത്രക്കാരും ആംബുലൻസുകൾ പോലും മണിക്കൂറുകൾ വഴിയിൽ കുടുങ്ങിക്കിടക്കുന്നു. നഗര അതിർത്തികളുമായി ബന്ധപ്പെടുത്തി സർക്കുലർ ബസ്സുകളും മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ ഷെയർ ഓട്ടോയും എയർപോർട്ടിലേക്ക് KSRTC ബസ്സുകളും താൽക്കാലികമായി അനുവദിക്കണമെന്ന് അധികാരികളോട് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ വർക്കിംഗ് ചെയർമാൻ ഷെവലിയാർ സി ചാക്കുണ്ണി, കൺവീനർ TP വാസു എന്നിവർ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. വിമാന തീവണ്ടി യാത്രക്കാർ ഗതാഗത ബ്ലോക്ക് മനസ്സിലാക്കി യാത്ര മുടങ്ങാതിരിക്കാൻ ജാഗ്രത പാലിക്കണമെന്നും അവർ അഭിപ്രായപ്പെട്ടു. നഗരത്തിലെ ഗതാഗത തടസ്സം പരമാവധി കുറയ്ക്കാൻ വാഹന ഉടമകളും ജീവനക്കാരും സഹകരിക്കണമെന്നും തിരക്കുള്ള മേഖലകളിൽ ടൗൺ ബസ്സുകൾ സീസണുകളിൽ രാത്രിയിലും സർവീസ് നടത്തണമെന്നും അവർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം.
ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഭൂമി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്. ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. മലബാറിന്റെ സമഗ്ര വികസനത്തിന് സെക്രട്ടേറിയറ്റ് അനക്സ് കോഴിക്കോട്ട് സ്ഥാപിക്കണമെന്ന് SDPI. ജില്ലയുടെ പുരോഗതിക്കായി കൂട്ടായ ശ്രമത്തിന് മന്ത്രിമാർ നേതൃത്വം നൽകണമെന്നും ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 16 വർഷമായി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുന്ന ഒരു പ്രധാന ആവശ്യം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമാകാൻ കോഴിക്കോട് ഒരു സെക്രട്ടേറിയറ്റിന്റെ അനക്സ് സ്ഥാപിക്കണം എന്നുള്ളതാണ്. ഇത് നിരന്തരമായി പലരും മുന്നോട്ട് വെച്ച ആശയങ്ങളാണ്. KN ഖാദർ നിയമസഭയിൽ കണക്കുകൾ വെച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് PTA റഹീം MLA പോലുള്ള ആളുകൾ അതിൻ്റെ ആവശ്യങ്ങൾ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച്, നിരവധിയായുള്ള കേസുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് കോഴിക്കോട് സ്ഥാപിക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ കോഴിക്കോടിൻ്റെ സമഗ്ര വികസനത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നാണ്. 1.25 കോടിയിലധികം ജനങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അനക്സ് ഉപകാരപ്പെടും. ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ ആവശ്യങ്ങൾക്ക് എല്ലാ മാസവും മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നത്. അത്യാവശ്യ സേവനങ്ങൾക്ക് തിരുവനന്തപുരത്തേക്കുള്ള യാത്ര ഏറെ ബുദ്ധിമുട്ടാണെന്നിരിക്കെ കൂടുതൽ സൗകര്യപ്രദമായ രൂപത്തിൽ ജനങ്ങളുടെ ആവശ്യ പൂർത്തീകരണത്തിന് കോഴിക്കോട് സെക്രട്ടേറിയറ്റ് അനക്സ് സ്ഥാപിക്കുന്നതിലൂടെ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. താങ്ങാനാവാത്ത ചാർജും യാത്രാ ബുദ്ധിമുട്ടും കാരണം മലബാറിലെ ജനങ്ങൾ വിവിധ കേസുകളിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ മടിക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതൊഴിവാക്കാൻ ഹൈക്കോടതി ബെഞ്ച് കോഴിക്കോട് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാവണം. സ്വാഭാവിക നീതി ഒരു മേഖലയിലെ ജനതയ്ക്ക് നിഷേധിക്കപ്പെടാൻ ഇത് കാരണമാകുന്നുണ്ടെന്നും മുസ്തഫ കൊമേരി പറഞ്ഞു. ഇത്തരം വിഷയങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരും വലതുപക്ഷ ജനപ്രതിനിധികളും തയ്യാറാവാത്തതാണ് ഇത്തരം അവഗണന തുടരുന്നതിന്റെ കാരണമെന്നും SDPI ആരോപിച്ചു. ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമേരി, വൈസ് പ്രസിഡന്റ് വാഹിദ് ചെറുവറ്റ, ജനറൽ സെക്രട്ടറി NK റഷീദ് ഉമരി, സെക്രട്ടറിമാരായ PT അഹമ്മദ്, K ഷമീർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ബാലൻ നടുവണ്ണൂർ, PT അബ്ദുൽ ഖയ്യൂം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നശേഷിക്കാർക്കും ചലനശേഷി നഷ്ടപ്പെട്ടവർക്കും JDTയുടെ കൈത്താങ്ങ്. 1 വർഷം ദൈർഘ്യമുള്ള പ്ലംബിംഗ് കോഴ്സുകളിലേക്കും സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് കോഴ്സുകളിലേക്കുമാണ് പ്രവേശനം നൽകുന്നത്. അർഹരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി കോഴ്സുകൾ പൂർത്തിയാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 7907385726 എന്ന നമ്പറിലും ബന്ധപ്പെടാം. നട്ടല് തകർന്ന ജന്മനം നടക്കാൻ പറ്റാത്ത ആളുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായി നട്ടല് തകർന്ന് വീൽ ചെയറിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ നമ്മൾ സ്റ്റെനോഗ്രഫി കോഴ്സ് പഠിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ കോഴ്സിന്റെ ഫീ പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും. അർഹതപ്പെട്ടവർക്ക് ഭക്ഷണവും താമസവും അടക്കം നമ്മൾ സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. പ്ലംബിംഗ് കോഴ്സിന് നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്ന കുട്ടികളെ സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അർഹരായവർക്ക് ഫീസ് പൂർണ്ണമായിട്ടും സൗജന്യമായിരിക്കും. അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടും മറ്റും നോക്കിയിട്ട് ഫീസിൽ 50% എന്തായാലും ഡിസ്കൗണ്ട് ഉണ്ടാവും. അതിൽ താഴെ നമുക്ക് കൺസെഷൻ കൊടുക്കാൻ സാധിക്കും. അർഹരായവർക്ക് താമസവും ഭക്ഷണവും മറ്റു കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യമുണ്ട്. ഇപ്പം 30-ാം തീയതിയാണ് ITയുടെ അഡ്മിഷൻ അവസാനിക്കുന്നത്. ഇത് 1 ഇയർ NCVT കോഴ്സാണ്. JDT ഇസ്ലാം പ്രൈവറ്റ് ITI 1 വർഷം ദൈർഘ്യമുള്ള പ്ലംബിംഗ് കോഴ്സുകളിലേക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ അവസരമൊരുക്കുന്നു. സ്റ്റെനോഗ്രാഫർ ആൻഡ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സിലേക്ക് ചലനശേഷി നഷ്ടപ്പെട്ട് വീൽചെയറിൽ കഴിയുന്നവർക്ക് പൂർണ്ണമായും സൗജന്യമായും പഠിക്കാം. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെ എല്ലാം സൗജന്യമായി നൽകും. ഒരു കുട്ടിക്ക് ഭക്ഷണവും താമസവും ഉൾപ്പെടെ
1,25,000 രൂപയോളം ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് ITI സാരഥികൾ പറഞ്ഞു. ഈ കോഴ്സുകളിലേക്കുള്ള സ്ക്രീനിംഗ് സെപ്റ്റംബർ 19-ാം തീയതി JDT ഇസ്ലാം പ്രൈവറ്റ് ITIയിൽ വെച്ച് നടത്തും. യോഗ്യരായ എല്ലാവരും ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ITI പ്രിൻസിപ്പൽ ഡോക്ടർ മാനുവൽ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ അജയകുമാർ, പ്രിൻസിപ്പൽ വൊക്കേഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ നിബിൻ ദാസ്, സുബൈർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്കായി 7937385726 എന്ന നമ്പറിലും ബന്ധപ്പെടാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വളയനാട് ഭക്തജന സംരക്ഷണ സമിതി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ഇത് 9-ാം തവണയാണ് ഭക്തജന സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കിറ്റുകൾ നൽകുന്നത്. 30 റെസിഡൻസ് അസോസിയേഷനുകൾ മുഖേന തിരഞ്ഞെടുക്കപ്പെട്ട അർഹതപ്പെട്ട 400 കുടുംബങ്ങൾ കിറ്റുകൾ ഏറ്റുവാങ്ങി. വളയനാട് ശ്രീദേവി കല്യാണ മണ്ഡപത്തിൽ നടന്ന കിറ്റ് വിതരണ ചടങ്ങിന്റെ ഉദ്ഘാടനം സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് മാനേജർ മായ ഗോവിന്ദ് നിർവഹിച്ചു. ഭക്തജന സംരക്ഷണ സമിതി പ്രസിഡന്റ് P. ജയരാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A. ജയദേവനുണ്ണി, വളയനാട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ PK കൃഷ്ണകുമാർ, S. തുളസീധരൻ പിള്ള, ഓണക്കിറ്റ് വിതരണ കമ്മിറ്റി കൺവീനർ A. ശിവദാസൻ തുടങ്ങിയവരും സംസാരിച്ചു. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ഗണേശ വിഗ്രഹങ്ങൾ കോഴിക്കോട് തളി ക്ഷേത്ര പരിസരത്തെത്തി. തുടർന്ന് വാദ്യമേള ഘോഷയാത്രയോടെ തൊടിയിൽ ഭഗവതി ക്ഷേത്രത്തിന് മുന്നിലെ ആറാട്ടുകടവിൽ നിമഞ്ജനം ചെയ്തു. നിമഞ്ജന പൂജാകർമ്മങ്ങൾക്ക് സ്വരാജ് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. PK കൃഷ്ണനുണ്ണി രാജ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. വൈകിട്ട് തളി ക്ഷേത്രത്തിൽ നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ട്രസ്റ്റ് കൺവീനർ ഉണ്ണികൃഷ്ണ മേനോൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ രാമസിംഹൻ മുഖ്യപ്രഭാഷണം നടത്തി. ഗണേശോത്സവ ട്രസ്റ്റ് ചെയർമാൻ പത്മകുമാർ മൂഴിക്കൽ, ജോയിന്റ് കൺവീനർ പ്രസന്നൻ, ശ്രീകാന്ത്, ട്രഷറർ രാജേഷ് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ ഹരിനാരായണൻ, ഷാജി, രാഘവപ്പണിക്കർ, വിജു ഭാരത്, ജിതേന്ദ്രൻ പന്തീരാങ്കാവ്, ഷിബു ചെമ്മളത്തൂർ തുടങ്ങിയവരും സംസാരിച്ചു. തമ്പി റോഡ് മുതുനിലം വയൽ ജനസേവ റെസിഡൻസ് അസോസിയേഷന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം കാട്ടുപുത്തൂർ കുഞ്ഞൻ നിർവഹിച്ചു. രക്ഷാധികാരി ദാമോദരൻ, ബൈജുരാജ്, സെക്രട്ടറി ഷാജി, പ്രസിഡന്റ് ശിവപ്രസാദ്, ജോയിന്റ് സെക്രട്ടറി ശാരദ, വൈസ് പ്രസിഡന്റ് പങ്കജം, പ്രവീൺ തുടങ്ങിയവരും സംബന്ധിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ESA സംബന്ധിച്ച തെറ്റുകൾ 6ാം കരട് വിജ്ഞാപനത്തിലും ആവർത്തിച്ചിരിക്കുകയാണെന്നും ഇത് ഉടൻ തിരുത്തണമെന്നും കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ എക്സ്റേ യൂണിറ്റ് പ്രവർത്തനരഹിതമെന്ന പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. അർഹതയുള്ളവർക്ക് അംഗത്വം നൽകുന്നില്ലെന്നുള്ള ആരോപണം അടിസ്ഥാനരഹിതമെന്ന് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ. കോഴിക്കോട് നഗരത്തിലെ ഗതാഗതക്കുരുക്കും യാത്രാ ദുരിതവും പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്കായി വര സാന്ത്വനം പരിപാടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.